നമസ്കാരം. പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി വള്ളം കളിക്ക് 1 കോടി രൂപ ടൂറിസം വകുപ്പ് നൽകും. മന്ത്രി മുഹമ്മദ് റിയാസ്. നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. വള്ളംകളി ഇല്ലെന്ന പ്രചാരണം സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ മന്ത്രി വള്ളം കളിക്കായി 1 കോടി രൂപ നൽകുന്നതായി മുൻകൂട്ടി അറിയിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ടൂറിസം മേഖലയ്ക്ക് നെഹ്റു ട്രോഫി വള്ളം കളി പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് സംഘടിപ്പിക്കേണ്ടത് ടൂറിസം വകുപ്പല്ല. അത് തെറ്റായ പ്രചാരണമാണ്. വള്ളംകളി നടക്കണമെന്നാണ് ടൂറിസം വകുപ്പിന്റെ ആഗ്രഹം. അത് നടക്കാൻ മുൻപന്തിയിൽ ടൂറിസം വകുപ്പ് ഉണ്ടാകും. എങ്ങനെയെങ്കിലും നടത്താൻ ശ്രമിക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റും നെഹ്റു ട്രോഫിയും രണ്ടാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മലബാർ മേഖലയാകെ പങ്കെടുക്കുന്ന ഫെസ്റ്റാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ പ്രാദേശികവാദമില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചിന്നക്കനാലിലെ കൊമ്പൻ മുറിവാലൻ ചരിഞ്ഞു. ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവശനിലയിലായിരുന്നു. മുറിവാലനും ചക്കക്കൊമ്പനും കഴിഞ്ഞ ദിവസം കൊമ്പ് കോർത്തിരുന്നു. ഇതിലാണ് മുറിവാലൻ കൊമ്പന് പരിക്കേറ്റിരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ചികിത്സ നൽകി വരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. മുറിവ് ഇൻഫെക്ഷൻ ആയതിനാലാണ് നില ഗുരുതരമാകാൻ കാരണം. ചക്കക്കൊമ്പന് പരിക്കില്ലെന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ അറിയിച്ചിരുന്നു. ചിന്നക്കനാലിൽ പ്രശ്നക്കാരായ 3 കൊമ്പന്മാരിൽ രണ്ടാമനായിരുന്നു മുറിവാലൻ. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തു. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ 9:12 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത്. അമ്മയുടെ ഓഫീസിൽ വീണ്ടും പരിശോധന. താരസംഘടന അമ്മയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാനായിരുന്നു പരിശോധനയെന്ന് പോലീസ് പറയുന്നു. ഇടവേള ബാബുവിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് എത്തിയത്. സംഘടനയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടും ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകളിൽ വ്യക്തത വരുത്താനായിരുന്നു പരിശോധന. ഇത് 2ാം തവണയാണ് അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ പരിശോധന നടത്തുന്നത്. പ്രധാനമന്ത്രിക്കെതിരായ വീഡിയോ പങ്കുവച്ചു. യുവാവ് പിടിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് യുവാവ് പിടിയിൽ. ഉത്തർപ്രദേശ് കൈഖേരി ഗ്രാമത്തിലെ പൂർക്കാസി നിവാസിയായ വിശാലാണ് അറസ്റ്റിലായത്. ഭാരതീയ ന്യായ സംഹിതയുടെ 352, 353 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ചാലിയാറിൽ നിന്ന് വീണ്ടും ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. ചാലിയാർ പോത്തുകൽ മേഖലയിൽ നിന്ന് വീണ്ടും ശരീരഭാഗം കണ്ടെത്തി. മലിനജലം കയറിയ കിണറുകൾ വൃത്തിയാക്കുന്നതിനിടെ ട്രോമോകെയർ പ്രവർത്തകരാണ് ശരീരഭാഗം കണ്ടെത്തിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ വ്യക്തിയുടേതാണോ ശരീരഭാഗമെന്നാണ് സംശയിക്കുന്നത്. പോലീസ് എത്തി ശരീരഭാഗം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ നിരവധി മൃതദേഹങ്ങൾ നേരത്തെ പോത്തുകല്ല് മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് കണ്ടെടുത്ത ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും പിന്നീട് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജ് ഡീൻ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. തൃശൂർ കേരള കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജ് ഡീൻ ഡോക്ടർ EV അനൂപിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. 56 വയസ്സായിരുന്നു. തിരുവനന്തപുരം പേട്ടയിൽ വെച്ച് ട്രെയിൻ തട്ടിയാണ് മരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2021 മുതൽ വെള്ളനാക്കരയിലെ ഫോറസ്ട്രി കോളേജ് ഡീനാണ്. ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുമാണ്. വാഹനാപകടത്തിൽ പുന്നപ്ര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. പുന്നപ്ര നവാസ് മൻസിലിൽ നവാസിന്റെ മകൻ മുഹമ്മദ് ഇജാസാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. എറണാകുളം ഇടപ്പള്ളിക്ക് സമീപം ഞായറാഴ്ച രാവിലെ 10:15 അപകടം. എറണാകുളം മൈജിയിലെ ജീവനക്കാരനായ ഇജാസ് ബൈക്കിൽ പോകുമ്പോൾ സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുന്നപ്ര സ്വദേശിയായ ഇജാസ് നിലവിൽ ആലപ്പുഴ സക്രിയ വാർഡ് യാഫി പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുകയാണ്. പാലക്കാട്ടെ JP നദ്ദയുടെ പരിപാടിയിൽ MP ഗോപിനാഥും. പാലക്കാട്ടെ BJP പരിപാടിയിൽ പങ്കെടുത്ത് കോൺഗ്രസ് വിട്ട മുൻ MLA AV ഗോപിനാഥ്. BJP അധ്യക്ഷൻ JP നദ്ദ പൗരപ്രമുഖരുമായി നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ്
എ.വി. ഗോപിനാഥ് എത്തിയത്. കോൺഗ്രസുമായി ഇടഞ്ഞ നേതാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പി. പരിപാടിയിലും ഇദ്ദേഹം എത്തിയത്. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കർഷകരുടെ പ്രശ്നം ഉന്നയിക്കാനാണ് എത്തിയതെന്നും എ.വി. ഗോപിനാഥ് പ്രതികരിച്ചു. കൊല്ലം ചടയമംഗലത്ത് 16-കാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കൊല്ലം ചടയമംഗലത്ത് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 22-കാരൻ അറസ്റ്റിൽ. കായംകുളം കീരിക്കാട് സ്വദേശി വിനോയാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. 2 മാസം മുമ്പാണ് 16-കാരിയെ വിനോദ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത്. നിരന്തരമുള്ള ചാറ്റിലൂടെ പ്രണയത്തിലായി. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അമ്മ വിവരം സ്കൂളിൽ അറിയിച്ചു. സ്കൂൾ അധികൃതർ കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കി. ഇതിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് ചടയമംഗലം പോലീസിന് പരാതി നൽകി. പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പിന്നാലെ കായംകുളത്തെ വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്.